നെക്സ്റ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് നീറ്റിന് ഇതുവരെ ചോദിച്ച, അതിനു മുമ്പ് AIPMTക്ക് ചോദിച്ച പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സി ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ആ ഡൈപോളിൻ്റെ ലെങ്ത് തന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ 10⁻². ഓക്കെ, അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു ദി ഡൈപോൾ. ഓക്കെ, ആ P എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഈ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ സ്കേലാറാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പോസിറ്റീവ് ചാർജ് നമ്മളുടെ പോയിന്റ് ഓഫ് ഒബ്സർവേഷനിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ആ നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. നോക്കൂ, ഇവിടെ ഈ നെഗറ്റീവ് ചാർജിൽ നിന്ന് O വരെയുള്ള ദൂരം 3 സെൻറ്റിമീറ്റർ ആണ്. Oയിൽ നിന്ന് P വരെയുള്ളത് 5 ആണ്. അപ്പം നെഗറ്റീവ് നിന്ന് P വരെയുള്ളത് 8 സെൻറ്റിമീറ്റർ വരും. അതുപോലെ ഈ പോസിറ്റീവ് നിന്ന് P വരെയുള്ളത് എന്താ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് 5, അതിലിത് ഇത്രയും 3, അപ്പോൾ ബാക്കിയുള്ളത് 2 ആണ്. So from the positive charge, point of observation is at 2 centimeter, and from the negative charge, point of observation is at 8 centimeter. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ എന്താ, പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും കണ്ട് ആഡ് ചെയ്താൽ മതി. പൊട്ടൻഷ്യൽ സ്കേലാർ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രയാസപ്പെടേണ്ട. ഈ K ഉണ്ടല്ലോ, ക്യാപിറ്റൽ K, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ 1/4πε0. അപ്പം നെഗറ്റീവ് ചാർജിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ അകലെ ആയത് കാരണം -KQ/8 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻² ഉയർത്തു. പിന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ KQ/2 × 10⁻². ഓക്കെ, ഇതാണ്. അതിനകത്ത് K ഉണ്ട്, Q ഉണ്ട്, പിന്നെന്താ 8ഉം നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 8. ഓക്കെ, 10⁻² നമുക്ക് പുറത്തേക്ക് എടുക്കാം ഡിനോമിനേറ്ററിൽ. ഡിനോമിനേറ്ററിൽ 10⁻² കോമൺ ആയിട്ട് പുറത്തെടുത്ത് ആ 10⁻² മേലെ പോകുമ്പോഴെന്താവും, 10⁻+2 ആവും. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവുന്ന -1 ബാക്കി ഉണ്ടാവും. സെക്കൻഡിൽ എന്താണോ, ഈ KQ/2 × 10⁻8നെ നമ്മൾ എഴുതേണ്ട 4KQ/8 മേലെയും താഴെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടിയിൽ 8 ആവും. അതായത് കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വെൻ വി ടേക്ക് 8 × 10⁻² ആസ് കോമൺ ഇൻ ദ ഡിനോമിനേറ്റർ, 8 ഇവിടെ കിടക്കും, 10⁻² മേലെ പോയി 10⁻+2 ആയി. ബ്രാക്കറ്റിനകത്ത് റിമെയിൻ ചെയ്യുന്നത് -1 and 4 ആണ്. -1 + 4 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 3 വരും. ഓക്കെ, അപ്പോൾ 3/8 പിന്നെ KQ × 10⁻² വോൾട്ട്. പക്ഷേ 10⁻² വോൾട്ടിൻ്റെ ടേംസിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ എന്താ വരിക, 3KQ/8 വരും. ഓക്കെ, 3KQ/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ ആണ്. ഓക്കെ, 2 charged spherical conductors of radii R1 and R2 are connected by a wire. See, when 2 spheres are connected by a conducting wire, എന്താ, their potentials will become equal എന്നാണ്. ഇപ്പോൾ 2 സ്ഫിയേഴ്സ്, നമ്മൾ 2 കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ഒരു കണ്ടക്ടിങ് വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഒരു കണ്ടക്ടർ പോലെയായി. മനസ്സിലാവുണ്ടോ? ആ ഷേപ്പിലുള്ള ഒരു കണ്ടക്ടറായി. Surface of a conductor is an equipotential surface irrespective of its size and shape എന്നാണ്. മനസ്സിലായില്ലേ? സോ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സിംഗിൾ കണ്ടക്ടർ ഓഫ് ദാറ്റ് ഷേപ്പ്. 2 സ്ഫിയേഴ്സ് ഇവിടെ ഉണ്ട്, ഒരു വയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസസ് ഓഫ് ബോത്ത് ദ സ്ഫിയേഴ്സ് വിൽ ബി ദ സെയിം. അതിൽ നമ്മൾ ഒരു സ്പെറിക്കൽ സർഫസിലെ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുലയാണ് ഇത്. എന്ത്, Q/4πε0R. അതിൽ ഈ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ പറഞ്ഞാൽ 4πr². ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഓർ സർഫസ് ചാർജ് ഡെൻസിറ്റി അത് സിഗ്മയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഏരിയ 4πr² × സിഗ്മ, അതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇൻറ്റു ഏരിയ പറഞ്ഞാൽ ചാർജായി. അതായത് ഈ ക്യൂവിന് പകരം 4πr² × സിഗ്മ കൊടുക്കാം. പിന്നെ ഡിനോമിനേറ്ററിൽ 4πε0 ഉണ്ട്, R ഉണ്ട്. അതിൽ 4π മേലെ കളയാം, പിന്നെ R² ഒരു R കളഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ R/ε0 വരും. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടിങ് സ്ഫിയർ ഈസ് സിഗ്മ R/ε0. ഇവിടെ നമുക്ക് 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ആ 2 കണ്ടക്ടേഴ്സിൻ്റെ റേഡിയൈ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആസ് ദേ ആർ കണക്റ്റഡ് ബൈ എ കണ്ടക്ടിങ് വയർ, രണ്ടിലെയും പൊട്ടൻഷ്യൽ നോക്കൂ, ഇത് പൊട്ടൻഷ്യൽ സെയിം ആണ്. പിന്നെന്താ, പിന്നെ നമുക്ക് ε0യും സെയിമാണ്. നമ്മൾ ഒരു കണ്ടക്ടറിൽ നിന്ന് അടുത്ത കണ്ടക്ടറിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ മാറില്ല, പിന്നെന്താ, ε0യും മാറില്ല. അത് രണ്ടും സെയിം ആണ്.
അപ്പോൾ സിഗ്മ ആർ ഈക്വൽ ടു നമുക്ക് കോൺസ്റ്റന്റ് എന്ന് പറയാം. ഈ സിഗ്മ ആർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സിഗ്മ ഈക്വൽ ടു കോൺസ്റ്റന്റ് ബൈ ആർ ഓർ സിഗ്മ പ്രപ്പോർഷണൽ ടു 1/r. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ എന്നാണ്. അപ്പോൾ സിഗ്മ 1/σ2 പറഞ്ഞാൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ R1/R2 വരും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെങ്കിലോ R2/R1 വരും. ഓക്കെ, അപ്പോൾ സിഗ്മ 1/σ2 ഈസ് ഈക്വൽ ടു R2/R1 ആസ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ റേഡിയസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എന്താ പറയുക, തരക്കേടില്ലാത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. 27 ഡ്രോപ്സ് ഓഫ് സെയിം സൈസ് ആർ ചാർജ് ടു 220 വോൾട്ട് ഈച്ച്. അപ്പോൾ ഓരോ ഡ്രോപ്പിലും എന്താ പറയുക ചാർജ് ഉണ്ട്, മനസ്സിലായോ? ഓരോ ഡ്രോപ്പിലും ഉള്ള ചാർജ് സ്മോൾ ക്യൂ ആണ് എന്ന് വിചാരിച്ചോ. ഈ ഡ്രോപ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ഡ്രോപ്പായി. അപ്പോൾ ഇത് സാധാരണ താരം എന്താണെന്ന് പറയുക, 8 ഡ്രോപ്പ്, 27 ഡ്രോപ്പ്, 125 ഡ്രോപ്പ്, അങ്ങനെ നമുക്ക് എന്താ പറയുക പെർഫെക്റ്റ് ക്യൂബാണ് എപ്പോഴും തരിക. ഓക്കെ, കാരണം എന്താണെന്നറിയോ, വെൻ n ഐഡൻറ്റിക്കൽ ഡ്രോപ്സ് കമ്പൈൻ ടു ഫോം എ ബിഗ് ഡ്രോപ്പ്. അപ്പോൾ ആ റിസൾട്ടിങ് ഡ്രോപ്പിൻ്റെ റേഡിയസിൻ്റെ ഫോർമുലയാണിത്. ഓക്കെ, ആ റിസൾട്ടിങ് ബിഗ് ഡ്രോപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ഈക്വൽ ടു n⁻⁴. അതായത് ക്യൂബ് റൂട്ട് എടുക്കേണ്ട സൗകര്യത്തിലാണ് സാധാരണ തരിക. ഇനി അല്ലെങ്കിൽ എന്താ raised to 1/3 എന്നാവും ഓപ്ഷനിൽ ഉണ്ടാവുക, അത് പോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഡ്രോപ്പും ഓരോ ഐസൊലേറ്റഡ് സ്ഫിയർ ആയിട്ട് വിചാരിക്കാം. അതിൻ്റെ കപ്പാസിറ്റൻസ് 4πε0r. ഒരു സ്ഫിയർ മാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് 4πε0r എന്നാണ്. അതായത് റേഡിയസിന് പ്രൊപ്പോർഷണലാണ് കപ്പാസിറ്റൻസ്, ആയിക്കോട്ടെ. അപ്പോൾ അതിൽ ഇവിടെ നോക്കൂ, n ഡ്രോപ്ലെറ്റ്സിൻ്റെ വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ റിസൾട്ടിങ് ഡ്രോപ്പ്. അവിടെ നിന്നാണ് നമുക്ക് ക്യാപിറ്റൽ R ഈക്വൽ ടു n⁻⁴ സ്മോൾ r. പിന്നെ ഓരോ ഡ്രോപ്ലെറ്റിൻ്റെയും ചാർജ് സ്മോൾ ക്യൂ ആണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സിംഗിൾ ഡ്രോപ്പ് ആകുമ്പോൾ ഈ n ഡ്രോപ്സിൻ്റെയും ചാർജ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റിസൾട്ടിങ് ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ റിസൾട്ടിങ് കപ്പാസിറ്റൻസ്. ടോട്ടൽ ചാർജ് പറഞ്ഞാൽ n ഡ്രോപ്സ് ചേരുമ്പോൾ nq, വേർ സ്മോൾ ക്യൂ ഇസ് ദ ചാർജ് ഓൺ ഈച്ച് ഡ്രോപ്പ്. ഓക്കെ, സ്മോളർ ഡ്രോപ്പിൽ പിന്നെ 4πε0 ക്യാപിറ്റൽ R. ആ ക്യാപിറ്റൽ ആറിന് പകരം n⁻⁴ സ്മോൾ r എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, മേലെ n ഉണ്ട്, താഴെ n⁻⁴. അപ്പോൾ എന്താ വരിക, n⁻²/3 എന്ന് വരും. n⁻²/3. പിന്നെ വരുന്ന q/4πε0 സ്മോൾ r എന്നാണ്. അതായത് ഒരു ചെറിയ ഡ്രോപ്പിൻ്റെ ചാർജ്, അതിൻ്റെ കപ്പാസിറ്റൻസ്, അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ വരും. അതിൻ്റെ പൊട്ടൻഷ്യലാണ് V0 എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൻ n ഐഡൻറ്റിക്കൽ ഡ്രോപ്ലെറ്റ്സ് കമ്പൈൻ ടു ഫോം എ ബിഗ് ഡ്രോപ്പ്, ദ പൊട്ടൻഷ്യൽ ഓഫ് ദ റിസൾട്ടിങ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ദ റിസൾട്ടിങ് ഡ്രോപ്പ്, അതിൻ്റെ ഫോർമുലയാണ് ഇത്. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ ഓഫ് ദ റിസൾട്ടിങ് ഡ്രോപ്പ്. ഹിയർ വി ഹാവ് 27 ഐഡൻറ്റിക്കൽ ഡ്രോപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് n ഈക്വൽ ടു 27 ആണ്, 3 ക്യൂബാണ്. ഓക്കെ, അപ്പോൾ 3 ക്യൂബ് raised to 2/3 പറഞ്ഞു കഴിഞ്ഞാൽ 3² വരും, അതായത് 9 വരും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഓഫ് ദ റിസൾട്ടിങ് സിംഗിൾ ഡ്രോപ്പ് വിൽ ബി 9 times ഓഫ് ദി പൊട്ടൻഷ്യൽ ഓൺ ഈച്ച് ഡ്രോപ്ലെറ്റ്. ഓക്കെ, അപ്പോൾ 9 × 220 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 1980 വോൾട്ട് എന്നാണ്. അതായത് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇൻ എ റീജിയൻ ഓഫ് സ്പേസ് വിത്ത് വോളിയം 0.2 m3 ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഫൗണ്ട് ടു ബി 5 വോൾട്ട് ത്രൂ ഔട്ട്. എല്ലായിടത്തും ഒരേ വോൾട്ടേജാണ്, ഒരേ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഓക്കെ, നോട്ട് വോൾട്ടേജ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്നാണ്. അതായത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ്. നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുക. ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ബൈ ഡിസ്റ്റൻസ്, അതിനെയാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുക. അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ എന്താ, പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുന്നില്ല, അത് കാരണം എന്താ, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് 0 എന്ന് കൊടുക്കാം ഇവിടെ. ഓക്കെ, സോ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ, എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഹാസ് എ ഡൈപോൾ മൊമെന്റ് 16 × 10⁻⁹ coulomb meter. The electric potential due to the dipole at a point at a distance 0.6 meter. ഈ 0.6 മീറ്റർ എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല, 60 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ സിറ്റുവേറ്റഡ് ഓൺ എ ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ ഡൈപോൾ ആക്സിസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയോ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ വിചാരിച്ചോ.
ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ അകലെ ആ ലൈന് ഡൈപോളുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി. ഇതാണ് അവസ്ഥ. ഓക്കെ, അവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്? ഫോർമുല ഇതാണ്, പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. സോ വി ഈക്വൽ ടു കെ പി കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അതിൽ കെ എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹. ഡൈപോൾ മൊമെൻറ്റ് അവർ തന്നെ തന്നിട്ടുണ്ട് 16 × 10⁻⁹. തീറ്റ 60 ആണ്, അപ്പോൾ കോസ് 60 ഹാഫ് ആണ് നമുക്കറിയാം. പിന്നെ ഡിസ്റ്റൻസ് എത്രയാ? 0.6 മീറ്റർ ആണ്, 0.6 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ എന്താ 0.6 സ്ക്വയർ 0.36 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1/2 ആണ്. ഓക്കെ, പിന്നെ 1/2 ആണ്. അപ്പോൾ ആ 1/2ഉം 16 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 8 എന്ന് വരും. ആ 8ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ 4 × 2 എന്നാണ്. 4 × 2 കുഴപ്പമില്ലല്ലോ 8ന്. പിന്നെ 10⁻⁹ ഉണ്ട്, 10⁻�9 ഉണ്ട്. അത് തീരുമാനമായി. 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, നോക്കൂ, ഇവിടെ 16 ഉണ്ട്, കോസ് 16 ഹാഫ് ആണ്. 16 × ഹാഫ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അതിന് ഞാൻ 4 × 2 എന്ന് എഴുതി. ഓക്കെ, അത് എഴുതിയത് എന്തിനാണെന്നറിയോ? ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ എന്താ പറയുക? ഇവിടെ ഇത് രണ്ടും കൂടെ നോക്കുക. 9 × 4 എന്ന് പറഞ്ഞാൽ 36 ആണ്. ഓക്കെ, അപ്പോൾ 36/0.36 എന്ന് പറഞ്ഞാൽ 100 ആണ്. × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. സോ യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ആൻസർ, അതായത് 200 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, okay, next we have a conducting sphere of radius r is given a charge capital Q. The electric potential and the electric field at the center of the sphere respectively are. Okay, ഇലക്ട്രിക് ഇവിടെ ഒരു കണ്ടക്ടിങ് സ്ഫിയർ ഉണ്ട്, റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, ഇറ്റ് ഈസ് ഗിവൺ എ ചാർജ് ക്യൂ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ സ്ഫിയർ ഈസ് സെയിം ആസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ് സർഫസ് എന്നാണ്. ഓക്കെ, സർഫസിൽ അതേ പൊട്ടൻഷ്യലാണ് ഇൻറ്റീരിയറിൽ എവിടെ ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ടാവുക. അപ്പോൾ സെൻറ്ററിലും അത് തന്നെയാണ്. അതെന്താ? അത് KQ/R ആണ്, ഓർ Q ഡിവൈഡ് ബൈ 4πε0 R പറയാം പൊട്ടൻഷ്യൽ. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡോ? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈ 0. ഓക്കെ, അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണോ? ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ Q/4πε0 R, ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പോൾ ആ ഓർഡറിൽ തന്നെ വരണം. അതായത് Q/4πε0 R ആൻഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നോക്കൂ, ആദ്യം ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണ്. അപ്പോൾ ആൻസറും നമ്മൾ അതേ ഓർഡറിൽ വേണം. ഓക്കെ, തിരിഞ്ഞു പോകരുത്. 2 metallic spheres of radius 1 cm and 3 cm are given charges -1 × 10⁻² coulomb and 5 × 10⁻² coulomb respectively. If these are connected by a conducting wire, once two spheres or any two bodies, any two metallic bodies or conducting bodies are connected by a conducting wire, the potential on the surfaces of the two bodies will become equal. Appo ivide we have got two spheres. Once they are connected by a conducting wire, the electric potential on their surfaces will become equal. രണ്ട് സർഫസിലും ഒരേ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ട് സർഫസിലും ഒരേ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, V = KQ/R എന്നാ. അപ്പോൾ നമ്മൾ ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ നിന്ന് അടുത്ത സ്ഫിയറിൻ്റെ സർഫസിലേക്ക് പോകുമ്പോൾ നോക്കൂ, അതാ പൊട്ടൻഷ്യൽ മാറില്ല. ഓക്കെ, പിന്നെ എന്താ K എന്ന് പറഞ്ഞാൽ 1/4πε0 മാറില്ല. അപ്പോൾ we have got two cases, first sphere, second sphere. In both the cases എന്താ V സെയിം ആണ്, K സെയിം ആണ്. അപ്പോൾ Q/R സെയിം ആവും. അതായത് Q/R = കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ Q പ്രപ്പോർഷണൽ ടു R എന്ന് വരും. Q പ്രപ്പോർഷണൽ ടു R. ഓക്കെ, ഇവിടെ നോക്കൂ, റേഡിയസിന് പ്രപ്പോർഷണലാണ് ചാർജ് എന്ന്, അതാണ് എൻ്റെ അർത്ഥം. ഇവിടെ നോക്കൂ, രണ്ട് സ്ഫിയറിലും കൂടെ ആയിട്ട് -1ഉം 5ഉം. -1ഉം 5ഉം എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 + 5 × 10⁻² ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ -1 + 5 എന്ന് പറഞ്ഞാൽ 4 × 10⁻² coulomb ചാർജ് ഉണ്ട്. 4 that is to be divided in the ratio of their radii. റേഡിയ എന്താ? 1 and 3 എന്നാ. 1 and 3. അപ്പോൾ ഇവിടെ നോക്കൂ, Q1 + Q2 നമ്മുടെ കയ്യിൽ ഇത് എവിടെയുണ്ട്? 4 × 10⁻² ഉണ്ട്. ഓക്കെ, 4 × 10⁻². ടോട്ടൽ ചാർജ് that is to be divided into Q1 and Q2 in the ratio 1:3. ഈ ഡിവിഷൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. എന്താ? 1:3 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1 + 3 4 ഈക്വൽ പാർട്ട് ആക്കുക. ഇവിടെ ആകെയുള്ള ചാർജ് എത്രയാണ്? ആകെയുള്ള ചാർജ് 4 × 10⁻² ആണ്. 4 × 10⁻². അതിന് 4 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ ഓരോ പാർട്ടും എന്താ വരിക? 1 × 10⁻² വരും.
അതിൽ Q1 എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടാണ്, അതായത് Q1 ഈക്വൽ ടു 1 ഇൻറ്റു 10⁻². ഇനി Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാർട്ടാണ്, അതിൽ ഓരോ പാർട്ടും 1 ഇൻറ്റു 10⁻². അങ്ങനെ 3 പാർട്ട് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1 ഇൻറ്റു 10⁻². ഓക്കെ, അതായത് 3 ഇൻറ്റു 10⁻² ആണ് രണ്ടാമത്തത്. ചോദ്യം എന്താണ്? ദ ഫൈനൽ ചാർജ് ഓൺ ദ ബിഗർ സ്ഫിയർ ദാറ്റ് ഈസ് 3 ഇൻറ്റു 10⁻² വരും. 3 ഇൻറ്റു 10⁻² പറഞ്ഞു കഴിഞ്ഞാൽ സി വി ഹാവ് ദ ബ്യൂട്ടിഫുൾ ചോയ്സ്, ദാറ്റ് ഈസ് ചോയ്സ് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4 point charges minus capital Q minus small q, 2 small q, 2 capital Q are placed at one at each corner of the square. The relation between capital Q and small q for which the potential at the center of the square is 0. ഈ പൊട്ടൻഷ്യൽ സ്കെയിലാർ ആയതുകൊണ്ട് നമുക്ക് എന്താ ഈ വെറുതെ ആൾജിബ്രൈക് സം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആൾജിബ്രൈക് സം കണ്ടു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ 0 ആവണം. അപ്പോൾ 4 ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കാണുക, ആഡ് ചെയ്യുക, 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മൈനസ് ക്യാപിറ്റൽ Q ഉണ്ട്, മൈനസ് Q ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് സെൻറ്ററിലേക്കുള്ള ദൂരം 6 എന്ന് വിചാരിച്ചോളൂ. എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആണല്ലോ, അപ്പോൾ അതങ്ങനെ മതി. അപ്പോൾ ഈ മൈനസ് Q ഇവിടെ ഉണ്ടാക്കുന്നത് മൈനസ് KQ/R, ഈ മൈനസ് Q ഉണ്ടാക്കുന്നത് മൈനസ് K സ്മോൾ Q/R, പിന്നെ K2Q/R, പിന്നെ K2 ക്യാപിറ്റൽ Q/R. ഓക്കെ, അതിൽ K/R നമ്മൾ കോമൺ ഫാക്ടറാണ്, അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ മൈനസ് Q പിന്നെന്താ പ്ലസ് 2Q പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Q വരും. പിന്നെ മൈനസ് സ്മോൾ Q ആൻഡ് പ്ലസ് 2 സ്മോൾ Q പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Q വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പൊട്ടൻഷ്യൽ. അപ്പോൾ ക്യാപിറ്റൽ Q മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് Q. അപ്പോൾ ക്യാപിറ്റൽ Q മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് Q പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ചോയ്സ്. ഓക്കെ, സി ഇവിടെയുള്ളത് ദ മീൻ ഫ്രീ പാത്ത് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ ഈസ് 4 ഇൻറ്റു 10⁻8 മീറ്റർ. ദ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ക്യാൻ ഗിവ് ആൻ ആവറേജ് 2 electron volt energy to an electron in the metal will be in volts, in units volt per meter. അതിൽ ഈ ഇലക്ട്രോൺ വോൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനർജിയാണ്. എനർജി ഈക്വൽ ടു വർക്ക് ഡൺ പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അതിൽ ഇലക്ട്രോണിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈ വിചാരിച്ചോ, ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആയി. ഡിസ്റ്റൻസ് പറഞ്ഞാൽ മീൻ ഫ്രീ പാത്ത്, ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻസ്. അപ്പോൾ 4 ഇൻറ്റു 10⁻². ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇലക്ട്രോൺ വോൾട്ട് എനർജി. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അത് 1.6 ഇൻറ്റു 10⁻19 ജൂളാണ്. അതായത് ഒരു ഇലക്ട്രോണിക് ചാർജിൻ്റെ അത്രയും ജൂളിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രോണിക് ചാർജ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അവിടുന്ന് രണ്ട് സൈഡിലും ഇത് 1.6 ഇൻറ്റു 10⁻19, ഈ സ്മോൾ ഇയും 1.6 ഇൻറ്റു 10⁻19. ഓക്കെ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ ക്യാപിറ്റൽ ഇ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2/4 ഇൻറ്റു 10⁻8 വരും. ഓക്കെ, അത് 5 ഇൻറ്റു 10⁻7 വോൾട്ട് മീറ്റർ റേസ് ടു -1 വരും. ഓക്കെ, see the electric potential at a point in free space due to a charge Q coulombs is Q into 10⁻11. Okay, volts. The electric field at that point is, ഒരു പോയിന്റ് ചാർജ് ചെയ്യുന്ന r ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ ഇതാണ്, V equal to KQ/R. അതിൽ K stands for 1/4πε0. ആൻഡ് ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ KQ/R². അപ്പോൾ ഇത് രണ്ടുകൂടെ നമുക്ക് റിലേഷൻ എന്താ കിട്ടുക, E equal to V/R എന്ന് കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ അതിനാ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അതിൽ സി പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ആസ് KQ/R, ദാറ്റ് ഈസ് ഈക്വൽ ടു Q into 10⁻11. അപ്പോൾ അവിടെ നമുക്ക് R ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ 10⁻11 എന്ന് വരും. K ഡിവൈഡ് ബൈ 10⁻11. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു V/R ആണ്. അതിൽ V എത്രയാ, Q into 10⁻11. പിന്നെ ഡിനോമിനേറ്ററിൽ R K/10⁻11 ആണ്. അപ്പോൾ K/10⁻11 മേലെ പോകും. ഓക്കെ, ഇനി എന്താണോ K എന്ന് പറഞ്ഞാൽ 1/4πε0. അപ്പോൾ 1/K പറഞ്ഞാലോ 4πε0 വരും. അപ്പോൾ 4πε0 Q പിന്നെ 10⁻11 ഇൻറ്റു 10⁻11 എന്താ 10⁻22 വരും. അപ്പോൾ 4πε0 Q 10⁻22 വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, see we have from a point charge there is a fixed point A. At A there is an electric field of 500 volt per meter and a potential of 300 volt. Okay, distance between point charge and A will be. Okay, അപ്പോൾ അതിൽ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ KQ/R ആണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞാൽ KQ/R² ആണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് വിയും ഇയും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ R കിട്ടും.
അതിൽ പൊട്ടൻഷ്യൽ 3000 ആണ്, മറ്റേ ഇത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് 500 ആണ്, രണ്ടും SI യൂണിറ്റിലാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മീറ്റർ വരും. ഓക്കെ, 6 മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ ഈസ് ചാർജ്ഡ് സച്ച് ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ് സർഫസ് ഈസ് 80 വോൾട്ട്. സർഫസിൽ 80 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റ് എടുത്താലും 80 വോൾട്ട് ആവും അറ്റ് എനി ഇൻറ്റീരിയർ പോയിന്റ്. ചോദ്യം എന്താണെന്നറിയോ? പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ. സെന്ററിലെന്നല്ല, ഉള്ളിൽ ഏത് പോയിന്റിലും സർഫസിൽ അത് തന്നെ 80 വോൾട്ട്. ഓക്കെ. ചാർജസ് പ്ലസ് Q ആൻഡ് മൈനസ് Q ആർ പ്ലേസ്ഡ് അറ്റ് പോയിന്റ്സ് A and B respectively, which are a distance 2L apart. C is the midpoint between A and B. The work done in moving a charge plus Q along the semicircle CRD is. അത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാര്യം എന്താണെന്നറിയോ? നമുക്ക് നോക്കാം. ഇവിടെ ചാർജസ് പ്ലസ് Q ആൻഡ് മൈനസ് Q ആർ പ്ലേസ്ഡ് അറ്റ് A and B. അപ്പം മൈനസ് Q ഇവിടെ ഒരു മൈനസ് Q ഉണ്ട്. ഇവിടെ ബിയിൽ ഒരു മൈനസ് Q ഉണ്ട്, മൈനസ് Q. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ നോക്കാം, ഈ സിയിൽ നിന്ന് ഡിയിലേക്ക് എടുത്തുകൊണ്ടാ അല്ലേ? അതിൽ C is the midpoint of AB. The work done in moving a charge plus Q along the semicircle CRD. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു എന്നാ വർക്ക് ഡൺ കാണേണ്ടത്. അതിൽ നിങ്ങൾ നോക്കുക, ഈ മൈനസ് ക്യൂവിൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും മൈനസ് ക്യൂവിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരവും സെയിം ആണ്. സി ഇനീഷ്യൽ പൊസിഷനാണ്, ഡി ഫൈനൽ പൊസിഷനാണ്. ഇനീഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും ഈ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ തമ്മിൽ വ്യത്യാസമല്ല. മൈനസ് ക്യൂ സിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ തന്നെയാണ് ഡിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും. സോ ദർ ഈസ് നോ ചേഞ്ച് ഡ്യൂ ടു മൈനസ് ക്യൂ. അപ്പോൾ പ്ലസ് ക്യൂവിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നോക്കൂ, ഇവിടെ പ്ലസ് ക്യൂവിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റിലേക്കുള്ള ദൂരം ലേക്കുള്ള ദൂരം എത്രയല്ല, ഫൈനൽ പോയിന്റിലേക്കുള്ള ദൂരം 3L ആണ്. ഓക്കെ, എവിടുന്ന്? പ്ലസ് ക്യൂവിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി, ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് പ്ലസ് ക്യൂ. ഓക്കെ, അതായത് ഇവിടെ ഈ മൈനസ് ക്യൂ കൊണ്ട് വ്യത്യാസമില്ല. നമുക്ക് ആ പ്ലസ് ക്യൂ കൊണ്ട് ഉണ്ടാവുന്നത് എന്താ? ഇനീഷ്യൽ എത്രയാ? ഇനീഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ 4πε0 L ആണ്. ഫൈനൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 3L ആണ്. Q ബൈ 4πε0 3L. അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ 6πε0 L വരും. ഓക്കെ, ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ കൂടെ വേണം അല്ലേ? സ്മോൾ ക്യൂ കൂടെ വേണം. ഓക്കെ, നെഗറ്റീവാണ്, മൈനസ് 6πε0 L വരും. ഓക്കെ, ഇനീഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും മൈനസ് ക്യൂ ഉണ്ടാക്കുന്നത് എന്താ? അത് സെയിം ആണ്, അതിൽ വ്യത്യാസമല്ല. അപ്പോൾ പ്ലസ് ക്യൂവിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ക്യൂ ഈസ് ഇനീഷ്യലി അറ്റ് എ ഡിസ്റ്റൻസ് L ആൻഡ് ഫൈനലി അറ്റ് എ ഡിസ്റ്റൻസ് 3L. റൈറ്റ്. ഇതൊക്കെ മീൻസ് ഒരേപോലെയുള്ള ചോദ്യങ്ങളാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടുമില്ല. ആസ് പെർ ദി ഡയഗ്രാം എ പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ ഇസ് പ്ലേസ്ഡ് അറ്റ് ദ ഒറിജിൻ O. വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് അനദർ ചാർജ് മൈനസ് ക്യൂ ഫ്രം പോയിന്റ് A to another point B along the straight path AB. അതായത് ഇവിടെ ഓയിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പൊട്ടൻഷ്യൽ എന്താണോ? പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഡിസ്റ്റൻസ്, ഏത് ഡിറക്ഷനിലാണെന്നുള്ളതിൽ കാര്യമില്ല. അപ്പോൾ ഇവിടെ പ്ലസ് ക്യൂ വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് A ആണ് ദൂരം, അതുപോലെ തന്നെ ഇങ്ങോട്ടും A ആണ് ദൂരം. അപ്പോൾ ഈ പ്ലസ് ക്യൂ ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും ബിയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും ഈക്വലാണ്. അപ്പോൾ നമ്മളൊരു ക്യാപിറ്റൽ ക്യൂ എന്ന് ബിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമല്ല. അപ്പോൾ അത് കാരണം വർക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല, ഏത് വഴിയിലൂടെ എടുത്താലും. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ഇവിടെ എന്താ? വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു 0. റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇപ്പോൾ എന്താണെന്നറിയോ? ഇവിടെ നോക്കൂ, നമ്മൾ Q3 ഈസ് ടേക്കൺ ഫ്രം C to D എന്നാ. ഓക്കെ, അത് ഒരു സർക്കുലർ ആർക്കാണ്. അപ്പോൾ ഈ Q1ൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും ഡിയിലേക്കുള്ള ദൂരവും എന്താ? സിയിലേക്കുള്ള ദൂരവും ഡിയിലേക്കുള്ള ദൂരം സെയിം ആണ്. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1. അപ്പോൾ Q1ൻ്റെ കാര്യം നോക്കണ്ട, മനസ്സിലല്ലേ? Q2ൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതിൽ നമുക്ക് ഈ Q2ൽ നിന്ന് ഇനീഷ്യൽ പോയിന്റിലേക്കുള്ള ദൂരം 50 ഓക്കെ, ഇതാ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടുള്ളത് ഇത് 40 ആണ്, ഇത് 30 ആണ്. പൈത്താഗറസ് വെച്ച് ഇത് 50
അപ്പോൾ Q2-ൽ നിന്ന് ഇനീഷ്യൽ പൊസിഷനിലേക്ക് 50, ഫൈനൽ പൊസിഷനിലേക്ക് Q2-ൽ നിന്ന് 10. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ പറഞ്ഞു കഴിഞ്ഞാൽ Q2 Q3 ഡിവൈഡ് ബൈ 4πε0 10 സെൻറ്റിമീറ്ററിന് 0.1 മീറ്റർ. ഇനീഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ Q2 Q3 ഡിവൈഡ് ബൈ 4πε0 50 സെൻറ്റിമീറ്റർ 0.5. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ബൈ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വരും? ദാറ്റ് വിൽ ബി 2. ഓക്കെ, ബൈ 0.1 പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈനസ് 2 പറഞ്ഞാൽ 8 വരും. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ 10 മൈനസ് 2 പറഞ്ഞു കഴിഞ്ഞാൽ 8 വരും. അപ്പോൾ 8 Q2 Q3 ഡിവൈഡ് ബൈ 4πε0. ഓക്കെ, അതിൽ അവർ ചോദിക്കുന്നത് എന്താ? Q3 ബൈ 4πε0 ആണ്. അപ്പോൾ 8 Q2 എന്നാണ് വരിക. ഓക്കെ, 8 Q2 വരും. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബുള്ളറ്റ് ഓഫ് മാസ് 2 gram ഈസ് ഹാവിംഗ് എ ചാർജ് ഓഫ് 2 microcoulomb. Through what potential difference must it be accelerated starting from rest to acquire a speed of 10 meter per second? അപ്പോൾ കൈനറ്റിക് എനർജി അക്വയർഡ് ഹാഫ് mv² ഈക്വൽ ടു Q ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ത്രൂ വിച്ച് ഇറ്റ് ഈസ് ആക്സലറേറ്റഡ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമുക്ക് ഹാഫ് മാസ് 2 ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 10⁻³ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുടെ സ്ക്വയർ എത്രയാണ്? 10². ഓക്കെ, പിന്നെ Q എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 10⁻⁶, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. ആ V ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് 2 ആൻഡ് ദിസ് 2 ക്യാൻ ബി ക്യാൻസൽഡ്. പിന്നെ 10⁻³ 10⁻²ഉം 10⁻⁻1 ഇവിടെ വരും. ആ 10⁻⁻1ഉം 10⁻⁻6 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10⁻5 വരും. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1/2 പറഞ്ഞാൽ 0.5 ഇൻറ്റു 10⁻5 എന്നാ, അതായത് 50 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. അതായത് 50 കിലോ വോൾട്ട് എന്ന് വരും. ഓക്കെ, 50 കിലോ വോൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ഈച്ച് കോർണർ ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് L ഹാസ് എ നെഗറ്റീവ് ചാർജ് -Q. ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ് Q അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ക്യൂബ് ഈസ്. അതിൽ നമ്മൾ ഈ സെൻറ്റർ ഓഫ് ദി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിൻ്റെ ഒരു കോർണറിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ L/2, പിന്നെ ഇങ്ങനെ L/2, പിന്നെ ഇങ്ങനെ L/2. ഓക്കെ, അപ്പോൾ ആ L/2 എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. അപ്പോൾ L/2 I ക്യാപ്പ് പ്ലസ് L/2 J ക്യാപ്പ് പ്ലസ് L/2 K ക്യാപ്പ് എന്ന് വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? L/2√3. ഓക്കെ, ഇങ്ങനെ ഈ 3 ഡിറക്ഷനിൽ വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്യാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. മനസ്സിലായില്ലേ? ഇപ്പോൾ സാധാരണ ഇപ്പോൾ എന്താണെന്നറിയോ? ഇപ്പോൾ ഈ ബോഡി മൂവ്സ് 2 മീറ്റർ ഡ്യൂ നോർത്ത്, ഓക്കെ, 3 മീറ്റർ ഡ്യൂ ഈസ്റ്റ്, 4 മീറ്റർ വെർട്ടിക്കലി അപ്വേർഡ്സ്. അതേപോലെയാ ഇപ്പം നമ്മളൊരു റൂമുണ്ട്, ആ റൂമിൻ്റെ ഫ്ലോറിൽ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, L/2 ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഒരു ക്യൂബാണെന്ന് വിചാരിച്ചോളൂ ആ റൂം. അപ്പോൾ L/2 ഇങ്ങോട്ട് വന്നു, പിന്നെ L/2 മേലെത്തിക്കഴിഞ്ഞാൽ റൂമിൻ്റെ സെൻറ്ററിലെത്തി. ഓക്കെ, അപ്പോൾ L/2 along the x axis, L/2 along the y axis, L/2 along the z axis. അപ്പോൾ L/2 I ക്യാപ്പ്, L/2 J ക്യാപ്പ്, L/2 K ക്യാപ്പ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? L/2 ഇൻറ്റു √3 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചാർജ് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്നത് KQ/R. എന്ന് പറഞ്ഞാൽ L/2√3. അങ്ങനെ എത്ര ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്? 6 കോർണറല്ല, 8 കോർണർ. ഈ 8 കോർണറിലും ഉണ്ട്. അപ്പോൾ ഇൻറ്റു 8 വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക? 1/4πε0. ഇവിടെ 2 മൈനസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. തൽക്കാലം ഇത് മതി, ഒരെണ്ണം മതി, -Q ഇവിടെ. ഓക്കെ, 1/4πε0. പിന്നെന്താ വേണ്ടത്? -Q ഡിവൈഡ് ബൈ R എന്ന് പറഞ്ഞാൽ L/2√3. അങ്ങനെ 8 ചാർജ് ഉണ്ട്. ഇതാണ് സെൻറ്ററിലെ പൊട്ടൻഷ്യൽ ഇൻറ്റു അവിടെ നമ്മൾ വെച്ച ചാർജ്. ഓക്കെ, ദിസ് വിൽ ബി ദ പൊട്ടൻഷ്യൽ എനർജി. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക എന്നറിയോ? പിന്നെ ഈ 2 മേലെ പോകുമ്പോൾ 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മേലെ 4 വരും. -Q ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ Q² വരും. -4Q². ഡിനോമിനേറ്ററിൽ √3πε0 L വരും. റൈറ്റ്. അപ്പോൾ -4Q² √3πε0 L -4Q² √3πε0 L. അതായത് ഓപ്ഷൻ D ആണ് വരിക. ഓക്കെ, ഇവിടെ ഇത് ഒരു സിമ്പിളാണ്. ഇങ്ങനെ ഒരു സിമ്പിൾ നെറ്റ്വർക്ക് ഒന്നുകിൽ കപ്പാസിറ്ററിൽ അല്ലെങ്കിൽ റെസിസ്റ്ററിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. അത് എന്താ പറയുക, സിമ്പിളായിട്ടുള്ള നെറ്റ്വർക്ക് ചോദിക്കുള്ളൂ. സാധാരണ ചോദിക്കും, എല്ലാവരും ചെയ്യുകയും ചെയ്യും. ഓക്കെ,
അപ്പോൾ അതിനകത്ത് ഇവിടെ 3ഉം 3ഉം പാരലലാണ്. അപ്പോൾ 6 വരും. 6ഉം 3ഉം സീരീസിലാണ്. അപ്പോൾ എത്ര വരും? 2 വരും. 6 × 3 ഡിവൈഡ് ബൈ 6 + 3. ഓക്കെ, അപ്പോൾ 2 മൈക്രോ ഫാരഡ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. സിമ്പിൾ നെറ്റ്വർക്ക് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഒന്നുകിൽ റെസിസ്റ്റൻസിൻ്റെ നെറ്റ്വർക്ക് ചോദിക്കും, അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ നെറ്റ്വർക്ക് ചോദിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. See, the effective capacitance of two capacitors are 3 and 16 when they are connected in series and parallel. രണ്ട് capacitors ഉണ്ട്, അതിൻ്റെ values അറിയില്ല. When they are connected in series, effective capacitance is 3. When they are connected in parallel, effective capacitance is 16. Suppose the values are x and y. Okay, അപ്പോൾ when they are connected in series, effective xy by x plus y, that is equal to 3. When they are connected in parallel, effective x plus y, that is equal to 16. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ എക്സ് പ്ലസ് വൈ ഉണ്ടല്ലോ, ഈ എക്സ് പ്ലസ് വൈ എന്താ? അത് 16 ആണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 × 16 എത്ര വരും? 48 വരും. അപ്പോൾ എക്സ് പ്ലസ് വൈ 16 ആണ്, എക്സ് വൈ എന്താ? 48 ആണ്. എക്സ് വൈ എങ്ങനെ കിട്ടി? എക്സ് പ്ലസ് വൈ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടണം, ആഡ് ചെയ്താൽ 16 കിട്ടണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് അറിയാം. 48ൻ്റെ എന്ത് കാണണം? ഫാക്ടേഴ്സ് കാണുക. ഇപ്പോൾ 6 × 8 48, 12 × 4 48, 3 × 16 48, 24 × 2 48. 48 ബ്യൂട്ടിഫുൾ നമ്പറാണ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടിയാൽ മാത്രം പോരാ, ആഡ് ചെയ്താൽ 16 കിട്ടുക കൂടി വേണം. അതേതാ? അത് ദാറ്റ് ഈസ് 12 and 4 ആണ്. ഓക്കെ, 12 and 4, x = 12 and y = 4. അതായത് സി, ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, next question ഇതാണ്. The distance between the two plates of a parallel plate capacitor is doubled and the area of each plate is halved. If C is the initial capacitance, its final capacitance is equal to. Capacitance C പറഞ്ഞ ε0A/d ആണ്. അതിൽ each plate is halved, doubled and എന്താ two plates of a parallel, distance between the plates is doubled and area is halved. ഏരിയ A/2 ആക്കി, ഡി എന്താ? 2d ആക്കി. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 × 2 4 വരും, അതായത് C/4 വരും. സോ ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. റൈറ്റ്, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഓക്കെ, അതിലെ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 900 picofarad is charged to 100 volt. Battery B as shown in figure. Then it is disconnected from the battery and connected to another uncharged capacitor of 900 picofarad as shown. The electrostatic energy stored by the system is. അതിൽ ഇത് ആദ്യം ചാർജ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സെൽ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചാർജ് ഉണ്ട്. പിന്നെ എന്താണെന്നറിയോ? പിന്നെ ആ ചാർജ് കോൺസ്റ്റൻ്റാണ്, ചാർജ് കൂടുകയില്ല കുറയുകയില്ല. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് അനദർ കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ 900 പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12, വോൾട്ടേജ് 100 സ്ക്വയർ, അപ്പോൾ 4.5 × 10⁻⁻6 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ആദ്യം നമ്മൾ ആ സെല്ലിൽ കണക്ട് ചെയ്താൽ. ഇനിയിപ്പോൾ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സെൽ ആൻഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് അനദർ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റർ. അപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വരുമ്പോൾ 2C ആവും. നേരത്തെ C ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2C ആണ് എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? എനർജി E എന്ന് പറഞ്ഞാൽ Q²/2C എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉള്ള കപ്പാസിറ്റൻസിലെ എനർജി Q ആണ്. പിന്നെ നമ്മൾ മറ്റൊരു കപ്പാസിറ്ററൂടെ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന കപ്പാസിറ്റർ അൺചാർജ്ഡാണ്. അപ്പോൾ ആ Q ചാർജ് തന്നെ ഉള്ളൂ, ആദ്യത്തെ ചാർജ് കപ്പാസിറ്ററിലുള്ള ചാർജ് തന്നെ ഉള്ളൂ. പക്ഷേ കപ്പാസിറ്റൻസ് ഡബിളായി, ചാർജ് റിമെയിൻ സെയിം. ചാർജ് സെയിം ആണെങ്കിൽ നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു 1/c. അപ്പോൾ കപ്പാസിറ്റൻസ് ഡബിൾ ആയിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് ആവും. ഓക്കെ, നേരത്തെ ഉള്ളത് 4.5 × 10⁻⁻6, അപ്പോൾ അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 2.25 × 10⁻⁻6 ജൂൾ വരും. അപ്പോൾ 2.25 × 10⁻⁻6 ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A parallel plate capacitor has a uniform electric field capital E in the space between the plates. If the distance between the plates is d and the area of each plate is capital A, the energy stored in the capacitor is. അതിൽ എനർജി ഡെൻസിറ്റി, ഈ എനർജി ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ യു വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അത് ½ε0E². അത് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷനാണ്. പലപ്പോഴും എക്സാമിന് അത് അതേപോലെ തന്നെ ചോദിക്കും. അതായത് എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ ½ε0E². അത് എനർജി ഡെൻസിറ്റിയാണ്, എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ എനർജി പറഞ്ഞാൽ എന്താ? ഇൻറ്റു വോളിയം. അതിൽ എ ഏരിയ ഉള്ള രണ്ട് പ്ലേറ്റ് ഡി സെപ്പറേഷനിൽ വെച്ച് കഴിഞ്ഞാൽ വോളിയം എൻക്ലോസ്ഡ് എന്താ? A × d. അപ്പോൾ എനർജി ഡെൻസിറ്റി ½ ε0E² ഇൻറ്റു
വോളിയം എ ഇൻറ്റു ഡി, അത് എനർജി വരും. ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു ഡി. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Two identical capacitors C1 and C2 of equal capacitance are connected as shown in the circuit. Terminals A and B of the key K are connected to charge capacitor C1 using battery of EMF V volt. Now disconnecting A and B, the terminals B and C are connected. Due to this, what will be the percentage loss of energy? Okay. ഇവിടെ ഒരു കാര്യമില്ല. ആദ്യം എന്താണെന്നറിയോ, ഈ കപ്പാസിറ്റൻസ് വി വോൾട്ടേജിൽ കണക്ട് ചെയ്തു. ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ചെയ്തേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ദിസ് കപ്പാസിറ്റർ വിൽ ഗെറ്റ് ചാർജ് ടു വി വോൾട്ട്. അപ്പോൾ ഹാഫ് സി വി സ്ക്വയർ എനർജി ഉണ്ടാവും. ഓക്കെ. സി വി ചാർജും ഉണ്ടാവും. ഇനി ഈ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തു, അപ്പോൾ അതിനകത്ത് ചാർജ് ഉണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ അൺചാർജ്ഡ് കപ്പാസിറ്റർ. അപ്പോൾ ചാർജ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ചാർജ് നോക്കൂ, ഇവിടെ ചാർജ് ചെയ്തപ്പോഴുള്ള ക്യൂ തന്നെ, പക്ഷേ കപ്പാസിറ്റൻസ് പിന്നെ ഡബിൾ ആയി. നേരത്തെ പറഞ്ഞില്ലേ? ഓക്കെ. എനർജിയുടെ ഫോർമുല ഇതാണ്, യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. ആദ്യം സി മാത്രം, പിന്നെ സിയും സിയും പാരലൽ 2c ആവും. കപ്പാസിറ്റൻസ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ. ചാർജ് മാറുന്നില്ല. അപ്പം അത് കാരണം എന്താ, കപ്പാസിറ്റൻസ് ഈസ് ഡബിൾഡ്. ആ സിക്ക് പകരം 2c വരുമ്പോൾ എനർജി പകുതിയാവും. എനർജി പകുതിയായി എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൂസസ് 50%. ഓക്കെ. 50% നഷ്ടപ്പെടും. അവർ ചോദിക്കുന്നത് എന്താ, ഡ്യൂ ടു ദിസ് വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ലോസ് now. ഓക്കെ. സോ ഇറ്റ് ഈസ് 50%. ഓക്കെ. ഓപ്ഷൻ ഡി. വി വോൾട്ടിന് അക്രോസ് ഒരു 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ആ 2 മൈക്രോ ഫാരഡ് ചാർജ് ചെയ്യും. ഇനി അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് അത് നോക്കൂ, ഈ 8 മൈക്രോ ഫാരഡിന് പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ 2ഉം 8ഉം പാരൽ ആവുമ്പോൾ കപ്പാസിറ്റൻസ് 2 + 8 എന്ന് പറഞ്ഞാൽ 10. ഓക്കെ. നേരത്തെ ചെയ്ത പോലെ തന്നെ എനർജി ക്യൂ സ്ക്വയർ ബൈ 2c. ഓക്കെ. അപ്പോൾ ആദ്യം ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു, രണ്ടാമത്തെ കപ്പാസിറ്റർ അൺചാർജ്ഡാ. ഇത് രണ്ടും കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തു. ആദ്യം 2 മൈക്രോ ഫാരഡ് മാത്രം, പിന്നെ 2 and 8 in parallel. But in both the cases, charges are the same. ഓക്കെ. അപ്പോൾ ചാർജ് ക്യൂ സ്ക്വയർ ബൈ 2 സെയിം ആണ്. അപ്പോൾ യു പ്രപ്പോർഷണൽ ടു 1/c. അപ്പോൾ യു ഡാഷ് ബൈ യു പറഞ്ഞാൽ ഇൻവേഴ്സ്ലി ആയത് കാരണം c ബൈ സി ഡാഷ്. ആദ്യത്തെ 2 മൈക്രോ ഫാരഡ്, പിന്നെ 2ഉം 8ഉം പാരലലാ. 2 + 8 അതായത് 10 വരും. 2/10 എന്ന് പറഞ്ഞാൽ 1/5. അതായത് യു ഡാഷ് ഈക്വൽ ടു യു ബൈ 5. ഒറിജിനൽ അല്ലെങ്കിൽ ഇനീഷ്യൽ എനർജിയുടെ 1/5 ഉള്ളൂ. 1/5 എന്ന് പറഞ്ഞാൽ അതിനെ പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുക. അതായത് 20% ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 80% നഷ്ടപ്പെട്ടു. ഓക്കെ. സോ ഇറ്റ് ലൂസസ് 80%. ദ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് എനർജി ഡിസിപ്പേറ്റഡ് അത് എത്രയാ? അത് 80%. ഓക്കെ. Next, a parallel plate air capacitor of capacitance C is connected to a cell of EMF V and then disconnected from it. അപ്പോൾ ചാർജ് വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ചാർജ് മാറില്ല. അതെ, Q ഈക്വൽ ടു Q0 റിമെയിൻ സെയിം. ഇനി നമ്മൾ സ്ലാബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വിൽ ബിക്കം K ടൈംസ്. അതായത് C0 എന്നുള്ളത് KC0 ആവും. ഓക്കെ. അപ്പോൾ C ഈക്വൽ ടു KC0 കൂടി കപ്പാസിറ്റൻസ്. വോൾട്ടേജ് V ഈക്വൽ ടു Q ബൈ C. Q എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള Q0 തന്നെയാണ്. സി പറഞ്ഞാൽ KC0. അതിൽ Q0 ബൈ C0 പറഞ്ഞാൽ ഈ സ്ലാബ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ചാർജ്, മുമ്പുള്ള കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ സ്ലാബ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പൊട്ടൻഷ്യൽ ഓർ വോൾട്ടേജ് V0 ബൈ K വരും. അതായത് സ്ലാബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. ഓക്കെ. ഇനി എനർജി ക്യൂ സ്ക്വയർ ബൈ 2c ആണ്. അതിൽ ചാർജ് മാറിയിട്ടില്ല, പക്ഷേ കപ്പാസിറ്റൻസ് കൂടി. അപ്പോൾ എനർജി എന്ത് ചെയ്യും? എനർജി കുറയും. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഡിക്രീസ് K ടൈംസ്. അതിൽ U0 ഡിവൈഡ് ബൈ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നാ, തെറ്റായിട്ടുള്ളതാ. അപ്പോൾ ഡിക്രീസ് K ടൈംസ് എന്ന് പറഞ്ഞാൽ ഫൈൻ. ദ ചേഞ്ച് ഇൻ എനർജി, ഫിസിക്സിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. ഓക്കെ. അതിൽ ഇനീഷ്യൽ എനർജി U0 ആണ്, ഫൈനൽ എനർജി U0 ബൈ K ആണ്. അപ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ U0 ബൈ K മൈനസ് U0. അതായത് U0 ഇൻറ്റു 1/K മൈനസ് 1. U0 എന്താ? ഹാഫ് CV സ്ക്വയർ 1/K മൈനസ് 1. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എനർജി. ദ ചാർജ് ഓൺ ദ കപ്പാസിറ്റി ഈസ് നോട്ട് കൺസേർവ്ഡ്. പറയാൻ പാടില്ല. ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഡിക്രീസ് K ടൈംസ്. ഇതാ ഇവിടെ നോക്കൂ, V0 ഡിക്രീസ് K ടൈംസ്. V0 ഡിവൈഡ് ബൈ K ആണ്. ഓക്കെ. അപ്പോൾ ആ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ അവിടെ തെറ്റായിട്ടുള്ളൂ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
ഇവിടെ a parallel plate air capacitor has capacitance C. Okay, distance of separation between the plates is d and the potential difference capital V is applied between the plates. The force of attraction between the plates of the parallel plate air capacitor is. നമ്മൾ ഒരു കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ദേ ഒരു പ്ലേറ്റ് ഇവിടെ ഉണ്ട്. ആ പ്ലേറ്റ് അതിൻ്റെ മുമ്പിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് എന്നാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതോറും ഇവിടെയൊക്കെ ഒരേ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉണ്ടാക്കുന്നതും ഒരേ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചു. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള അട്രാക്ഷൻ തന്നെയാണ് ഈ പ്ലേറ്റ് നമ്മൾ ഇവിടെ വെച്ചാലും, അതേ അട്രാക്ഷൻ തന്നെയാണ് ഈ പ്ലേറ്റ് ഇവിടെ വെച്ചാലും. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിനെ ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നത് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരേ ഫോഴ്സാണ് ആക്ട് ചെയ്യുക, ഈ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള അട്രാക്ഷൻ. അപ്പോൾ ആ രണ്ട് പ്ലേറ്റിനും ഇടയ്ക്കുള്ള അട്രാക്ഷൻ എഫ് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ സപ്പോസ് ദീസ് ടു പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി. അപ്പോൾ വർക്ക് ഡൺ എന്താ? വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻറ്റു ഡി, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, കാരണം ഫോഴ്സ് കോൺസ്റ്റൻ്റാ. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ആൻഡ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആസ് ഇറ്റ്സ് എനർജി ഹാഫ് സി വി സ്ക്വയർ. ഓക്കെ, അപ്പോൾ എഫ് എന്താ കിട്ടുക? സി വി സ്ക്വയർ ഡിവൈഡ് ബൈ 2d എന്ന് വരും. ഓക്കെ, സി വി സ്ക്വയർ ബൈ 2d പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d. ഓക്കെ, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്? ഇവിടെ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ, ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ അത് അറിയേണ്ടത് എന്താണെന്നറിയോ? മീൻസ് ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ചോദിക്കേണ്ട ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ 3 capacitors each of capacitance C and of breakdown voltage capital V എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മാക്സിമം വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് എ കപ്പാസിറ്റർ. കാരണം ഈ കപ്പാസിറ്ററിൽ ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും ഒരു പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, ഈ ചാർജ് ഇത് ഇങ്ങനെ നിൽക്കുമ്പോഴെന്താണെന്നറിയോ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിന് എനർജി റെഡ്യൂസ് ചെയ്ത് സ്റ്റേബിൾ ആവാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉള്ളതുപോലെ ഈ സിസ്റ്റത്തിനും ഉണ്ട്. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്നറിയോ? See, these capacitor will not get discharged only because there is no എന്താ പറയുക ചാർജ് ഫ്ലോയിങ് മീഡിയം, ഒരു കണ്ടക്റ്റിംഗ് മീഡിയം അല്ല. ഇവിടെ ഈ പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനും ഇടയ്ക്ക് ഒരു കണ്ടക്റ്റിംഗ് വയർ എപ്പോൾ കണക്ട് ചെയ്തോ കംപ്ലീറ്റ് ചാർജ് അങ്ങ് പോകും. മനസ്സിലാവുണ്ടോ? ഇവിടെ ഇപ്പോൾ പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയ്ക്കുള്ളത് ഒന്നുകിൽ എയറാ അല്ലെങ്കിൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസുലേറ്ററാണ്, അതിലൂടെ ചാർജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കടത്തിവിടില്ല, അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മളുടെ എന്താ പറയുക ഇത് പറയുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. സി വെനെവർ ദ വോൾട്ടേജ് എക്സീഡ്സ് ദാറ്റ് വാല്യൂ, സി ദിസ് മീഡിയം വിൽ ലൂസ് ഇറ്റ്സ് ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റാർട്ട്സ് കണ്ടക്റ്റിംഗ്. ഈ രണ്ട് പ്ലേറ്റിനും ഇടയ്ക്കുള്ള മീഡിയത്തിന് അതിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, ചാർജ് ഫുൾ അങ്ങ് നഷ്ടപ്പെടും. അതാണ് ഈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൻ്റെ വിശേഷം. അപ്പോൾ ഒരു കപ്പാസിറ്ററിന് അക്രോസ് മാക്സിമം നമുക്ക് വി എ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പറഞ്ഞിരിക്കുന്നത് കപ്പാസിറ്റൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് ദ കോമ്പിനേഷൻ വിൽ ബി വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഇവിടെ വി വോൾട്ടേജ് ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം. അപ്പോൾ അക്രോസ് ദ കോമ്പിനേഷൻ 3V ആവാം. ഓക്കെ, പക്ഷേ ഇത് മൂന്നും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി ഓൺലി C/3. അപ്പോൾ നമുക്ക് C/3 ആൻഡ് 3V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ നോക്കാം. അതിൽ 2 കണ്ടൻസേഴ്സ്. ഈ കണ്ടൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റേഴ്സിന് മുമ്പേ പറഞ്ഞിരുന്ന പേരാ. ഞാനത് മാറ്റിയാലോ എന്ന് ആലോചിച്ചു. ഇനിയിപ്പോഴെന്താണോ അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ വിചാരിച്ചിട്ട് അത് മാറ്റാതിരുന്നത്, അത് അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, കണ്ടൻസേഴ്സ് വൺ ഓഫ് കപ്പാസിറ്റി എന്നൊന്നും ഇപ്പോൾ പറയാറില്ല, കപ്പാസിറ്റൻസിനെ പറയാറുള്ളൂ. അതും ഞാൻ ഇനിയിപ്പോൾ അത് മാറ്റേണ്ട. ഇനിയിപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസം വേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാലും കപ്പാസിറ്റി പറഞ്ഞാലും സെയിം ആണ്, അതുപോലെ കണ്ടൻസർ പറഞ്ഞാലും കപ്പാസിറ്റർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, പിന്നെ വൺ ഓഫ് കപ്പാസിറ്റി സി ആൻഡ് അതർ ഓഫ് കപ്പാസിറ്റി C/2 are connected to a V volt battery as shown. Okay, അതിൽ the work done in charging fully both the condensers is. Okay, അതിൽ നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് whatever work is done in charging the capacitors, it will be stored in the capacitor assembly as its energy. അത് ½ CV square.
ഈ കോമ്പിനേഷൻ സിയും C/2 പാരലൽ ആകുമ്പോൾ C+C/2, അതായത് 3C/2, പിന്നെ ഹാഫ് 3C/2 വോൾട്ടേജ് V². ഓക്കെ, അപ്പോൾ ഹാഫ് പിന്നെന്താ C ഇക്വലൻ്റ് എന്നാണ്. C ഇക്വലൻ്റ് എത്രയാ? 3C/2. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയാം, ഹാഫ് ഉണ്ട്. ഓക്കെ, പിന്നെന്താ 3C/2 ഉണ്ട്. ഓക്കെ, പിന്നെന്താ V² ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ? 3C/4 V² വരും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, പക്ഷേ ഇതൊക്കെയാണ് നിങ്ങളോട് ചോദിക്കുക. സിമ്പിൾ ആയിട്ടുള്ളതേ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഓക്കെ, അത്ര വിഷമമുള്ളതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. Okay, now we have another beautiful question. A parallel plate air capacitor is charged to a potential difference V volt. After disconnecting the charging battery, the distance between the plates of the capacitor is increased using an insulating handle. Insulating handle യൂസ് ചെയ്യാൻ എന്താ കാര്യം? നമ്മളിപ്പോൾ കണ്ടക്ടിങ് ഹാൻഡിൽ ആണെങ്കിൽ അതിലൂടെ ഈ ചാർജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇൻസുലേറ്റിംഗ് ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് the potential difference between the plates, അതിൽ നമ്മളെ ഈ രണ്ട് പ്ലേറ്റിനും ഇടയ്ക്കുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ σ/ε0. അറിയാം നമുക്ക്, രണ്ട് പ്ലേറ്റ് ഇങ്ങനെ വെച്ചാൽ σ/ε0. അതിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്, അതായത് ചാർജ് ബൈ ഏരിയ. ε0 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ സിഗ്മയാണ്. സിഗ്മ മാറണമെങ്കിൽ ഒന്നുകിൽ ചാർജ് മാറണം അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് മാറണം. ഇവിടെ നോക്കൂ, ദീസ് ടു പ്ലേറ്റ്സ്, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടെർമിനൽസ് ഫ്ലോട്ടിംഗ് ആണ്. ടെർമിനൽസ് ആർ നോട്ട് കണക്റ്റഡ് എനിവർ, എവിടെയും കണക്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ ചാർജിന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പോവാൻ സ്ഥലമില്ല, പോവാൻ വഴിയില്ല. മനസ്സിലായില്ലേ? ഇൻസുലേറ്റഡ് ആണ്, ചാർജ് കടത്തി വിടുന്ന ഭാഗമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് once it is charged and disconnected from the battery, okay, and after that if it is handled only by the insulated materials, അതാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ ചാർജ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. പിന്നെ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് എന്താ? ഇറ്റ് ഓൾസോ ഫിസിക്കലി അതൊന്നും മാറുന്നില്ലല്ലോ. അപ്പോൾ സിഗ്മ മാറില്ല, ε0 പിന്നെ മാറുന്നില്ല. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇനി വോൾട്ടേജ് പറഞ്ഞാൽ എന്താ? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസാ. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ്, ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കുക? അപ്പോൾ വോൾട്ടേജ് കൂടും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കൂടുന്നാണ് ആൻസർ. അപ്പോൾ ആ കൂടുന്നുള്ള ആൻസർ ഞാനിവിടെ മാർക്ക് ചെയ്തിടാം. ഇനി അതിനകത്ത് ഇവിടെ ചാർജ് സെയിം ആണ്. കപ്പാസിറ്റൻസ് ε0 A/d ആണ്. അപ്പോൾ d കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയും ആണല്ലോ. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് V = Q/C. അതിൽ Q കോൺസ്റ്റന്റ്, കപ്പാസിറ്റൻസ് കുറഞ്ഞാൽ വോൾട്ടേജ് കൂടും. ഓക്കെ, d കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും, അപ്പോൾ വോൾട്ടേജ് കൂടും. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു എക്സ്പ്ലനേഷൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇവിടെ ഇപ്പം എന്താണെന്ന് പറയുക, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഒരു ഐസൊലേറ്റഡ് മെറ്റൽ പ്ലേറ്റ് അതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അത് പുറകിലാണെങ്കിലും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ σ/2 ε0. ഒറ്റ പ്ലേറ്റ് ഉണ്ടാകുമ്പോൾ, ഒരു പ്ലേറ്റ് മാത്രമാണെങ്കിൽ σ/2 ε0. അപ്പോൾ ഈ യെല്ലോ പ്ലേറ്റ് മാത്രമാണ് ഇവിടെ. അപ്പോൾ സിഗ്മ എന്താ? സിഗ്മ എന്ന് പറഞ്ഞാൽ Q/A. അപ്പോൾ Q/A, പിന്നെ അടിയിൽ 2 ε0. ഇനി ആ പ്ലേറ്റ് അതിൻ്റെ മുമ്പിൽ ഇവിടെ എല്ലായിടത്തും ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സെയിമാ. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് പ്ലേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ്. അതായത് ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ ആണെങ്കിലും 2 സെൻറ്റിമീറ്റർ ആണെങ്കിലും 3 സെൻറ്റിമീറ്റർ ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരേ ഫീൽഡാണ്. അപ്പം നമ്മൾ ഒരു പ്ലേറ്റ് ഇത് എങ്ങനെയുണ്ട്? ഒരു പ്ലേറ്റ്, അവിടെ ഞാൻ വേറൊരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇവർ തമ്മിൽ ഈ പ്ലേറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് Q/2 A ε0 എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 1 കുളും ചാർജ് വെച്ചാൽ ഉണ്ടാവുന്ന ഫോഴ്സാണത്. അപ്പോൾ ഞാനൊരു Q കുളുമ്പാണ് ഇവിടെ ഈ ബ്ലൂ പ്ലേറ്റ് ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഫോഴ്സ് എന്താ വരിക? അത് നമുക്ക് എന്ത് പറയാം? ഇൻറ്റു Q കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇനി എന്താണെന്നറിയോ, ഇത് നമ്മളിങ്ങനെ ആ ഫോഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കാണ് എന്ത് ചെയ്യുക? അതിനകത്ത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ എത്ര ഡിസ്റ്റൻസിലൂടെ നമ്മൾ മൂവ് ചെയ്യണോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് വോൾട്ടേജ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുമെന്ന് പറയാം. ഇങ്ങനെ പല എക്സ്പ്ലനേഷൻസും നമുക്ക് അതിനകത്ത് പറയാം. എനിവേ, ഇവിടെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കൂടുമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ സീരീസിനകത്ത് എന്താ പറയുക, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം എന്താ വിശേഷം എന്നുള്ളത്. എ നെറ്റ്വർക്ക് ഓഫ് 4 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത്ര സുഖമില്ല, കപ്പാസിറ്റൻസ് എന്നാണ് പറയുന്നുണ്ടത്. ആയിക്കോട്ടെ, ഈക്വൽ ടു C1 = C, C2 = 2C, C3 = 3C, C4 = 4C. നമ്മൾക്ക് അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്.
ഓക്കെ 1 2 3 എന്നുള്ള അതേ ഓർഡറിൽ തന്നെയാണ് ഇതിൻ്റെ വാല്യൂസും പോകുന്നത്. ആർ കണക്റ്റഡ് ടു എ ബാറ്ററി ആസ് ഷോൺ ഇൻ ഫിഗർ ദ റേഷ്യോ ഓഫ് ദ ചാർജസ് ഓൺ C2 ആൻഡ് C4 ഈസ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. റേഷ്യോ ഓഫ് ദ ചാർജസ് ഓൺ C2 ആൻഡ് C4. അതിൽ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇവിടം തൊട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കാം. ഇവിടം C1 C2 C3 C1 C2 C3 these three are connected in series. അപ്പോൾ ആ C1 C2 C3യിൽ ചാർജ് സെയിം ആണ്. ചാർജ് സെയിം ആകുമ്പോൾ വോൾട്ടേജ് V ഈക്വൽ ടു Q/C എന്നാണ്. C1ലും C2ലും C3ലും ചാർജ് സെയിം ആണ്. അപ്പോൾ V ഈക്വൽ ടു Q/C ൽ Q സെയിം ആണ്. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു 1/C പറയാം. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മൊത്തം വോൾട്ടേജ് V ആണ്. ആ വിയെ C1ലേക്കും C2ലേക്കും C3ലേക്കും ഡിവൈഡ് ചെയ്യും. വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1/C. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് C2C 3C എന്നുള്ള അങ്ങനെയാണ്. C2C 3C ദേ ആർ ഇൻ ദ റേഷ്യോ, കപ്പാസിറ്റൻസസ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. നമുക്ക് വോൾട്ടേജ് V ഒന്നാമത്തെ കപ്പാസിറ്റർ അക്രോസ് വോൾട്ടേജ് V1, രണ്ടാമത്തേൽ V2, മൂന്നാമത്തേൽ V3 ആർ ഇൻ ദ റേഷ്യോ റെസിപ്രോക്കൽ ഓഫ് കപ്പാസിറ്റൻസ് 1/C 1/1:2:1/3. ഇതിനെ സിമ്പിൾ റേഷ്യോ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ത്രൂ ഔട്ട് LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. 6:3:2 വരും. നമുക്ക് കാണേണ്ടത് ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, നമുക്ക് ഇവിടെ Q2/Q4 കാണണ്ടേ. Q2/Q4 ചാർജ് ഓൺ ദ സെക്കൻഡ് കപ്പാസിറ്റർ ഡിവൈഡഡ് ബൈ ചാർജ് ഓൺ ദ ഫോർത്ത് കപ്പാസിറ്റർ. ഓക്കെ, അതെന്താ C2 V2 ഡിവൈഡഡ് ബൈ C4 V4 ആണ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് V2 ആണ് എന്നർത്ഥം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ തൊട്ട് ഈ C1ലും C2ലും C3ലും കൂടെ മൊത്തം ഉള്ള വോൾട്ടേജ് V ആണ്. ആ V ആണ് C1ലേക്കും C2ലേക്കും C3ലേക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. അതിൽ C2ലെ വോൾട്ടേജ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കാണാം നോക്കൂ. V1:V2:V3 ആകെയുള്ള VA നോക്കൂ. 6+3+2 11 ഈക്വൽ പാർട്ട് ആക്കണം. അതിൽ V1 എന്ന് പറഞ്ഞാൽ 11 പാർട്ടാക്കിയതിൽ 6 പാർട്ടാണ് V1. ഓക്കെ, 3 പാർട്ടാണ് V2, 2 പാർട്ടാണ് V3. പക്ഷേ അതിൽ V3യും V1 ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് V2 മാത്രം മതി. ആകെയുള്ള VA 11 പാർട്ടാക്കുമ്പോൾ അതിൽ ഓരോ പാർട്ടും V/11 ആണ്. അതിൽ നമുക്ക് വേണ്ടത് 3 പാർട്ടാണ്. V/11 × 3, അതായത് 3V/11, അതാണ് V2. ഓക്കെ, അപ്പോൾ V2 ഈക്വൽ ടു 3V/11 ഇവിടെ ഉണ്ട്. ഇനി V4 പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഈ പോയിന്റിനും പിന്നെ ഈ പോയിന്റിനും അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതെന്താ, ഈ ഫുൾ V ഉണ്ട്. ഓക്കെ, അപ്പോൾ V4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു V ആണ്. അത് V4 ഈക്വൽ ടു V, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, Q2/Q4 ഈക്വൽ ടു C2 V2/C4 V4. അതിൽ C2 എന്ന് പറഞ്ഞാൽ 2C ആണ്, C4 പറഞ്ഞാൽ 4C ആണ്. V2 നമ്മളിപ്പോൾ ഇവിടെ കണ്ടുവച്ചു 3V/11, പിന്നെന്താ V4 എന്ന് പറഞ്ഞാൽ V ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താ വരിക, ഇറ്റ് വിൽ ബി 3/22. ഓക്കെ, അപ്പോൾ 3/22. ഓക്കെ, ഇവിടെയുണ്ട് 3/22. റൈറ്റ്, ഇവിടെ കപ്പാസിറ്റർ C1 is charged to a potential difference V. The charging battery is then removed. ഈ ചാർജിങ് ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, പിന്നെ യൂഷ്വലി പിന്നെന്താണെന്നറിയോ, ഈ അതിനകത്ത് വന്ന ചാർജ് പിന്നെ കൂടുതൽ ചാർജ് വരാൻ പിന്നെ സെല്ലില്ല, ചാർജ് പുറത്തേക്ക് പോവുകയില്ല. മനസ്സിലായില്ലേ, ഇതാണ് സിറ്റുവേഷൻ. അത് ചാർജ് കൺസേർവ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ the charging battery is then removed and the capacitor is connected to an uncharged capacitor C2. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ഉണ്ടാവുന്നത് എന്താ, C1V ആണ് ആദ്യത്തെ കപ്പാസിറ്റർ ചാർജ്, രണ്ടാമത്തേൽ 0 ആണ്. അപ്പോൾ ആകെയുള്ള ചാർജ് C1V ആണ്. അപ്പോൾ അതാണ് ഇതിൽ രണ്ടിലും കൂടെ മൊത്തത്തിൽ ഉണ്ടാവുക C1V. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, Q1 ഈക്വൽ ടു C1V, Q2 ഇല്ല. ടോട്ടൽ ചാർജ് Q പറഞ്ഞാൽ Q1 + Q2 ആണ്, അതായത് Q1 ആണ്. ഓക്കെ, ഇനി when 2 capacitors are connected in parallel, അപ്പോൾ നമുക്കെന്ത് പറയാം, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C1 + C2, ആ പാരലൽ കോമ്പിനേഷനിലുള്ള മൊത്തം വോൾട്ടേജ് V' വിചാരിച്ചോ. അപ്പോൾ C1 + C2 V'. ഓക്കെ, ഇതാണ് ഫൈനൽ ചാർജ് ഈക്വൽ ടു ഇനീഷ്യൽ ചാർജ് C1V. അവിടുന്ന് V' കോമൺ വോൾട്ടേജ് C1V/C1 + C2 വരും. ഓക്കെ, C1V ഡിവൈഡഡ് ബൈ C1 + C2, അതായത് ഇതാണ് കറക്റ്റ്. റൈറ്റ്, പിന്നെ ഓക്കെ, ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, the distance between the plates is D and the potential difference across the plates is V. Energy stored per unit volume between the plates of capacitors is. Okay,
അതിൽ നമ്മളെ ഈ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഉണ്ടല്ലോ, അത് ഒരു സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ എന്നാണ്. ദാറ്റ് ഈസ് ദി എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. നമ്മൾ കപ്പാസിറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എനർജി സ്റ്റോറിങ് എലിമെൻറ്റ്. ഇൻഡക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എനർജി സ്റ്റോറിങ് എലിമെൻറ്റ്. കപ്പാസിറ്ററിലെ എനർജി സ്റ്റോർഡ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്, ഇൻഡക്ടറിലെ എനർജി സ്റ്റോർഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ എനർജി പെർ യൂണിറ്റ് വോളിയം ഒരേപോലെയാണ് വരുന്നത്. ഇവിടെ എന്താണോ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണ്, അവിടെ ഹാഫ് μ0 അല്ല 1/μ0 ആണ്. പിന്നെന്താ, ഈ സ്ക്വയറിന് പകരം അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അതാ. അപ്പൊ ഇവിടെ നമുക്ക് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ഇക്ക് പകരം V/d കൊടുക്കാം. അപ്പൊ ഹാഫ് എപ്സിലോൺ 0 V സ്ക്വയർ ബൈ d സ്ക്വയർ വരും. ഓക്കെ, നെക്സ്റ്റ് ദ കപ്പാസിറ്റി. ഓക്കെ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കണ്ടൻസർ. ഇത് വരുന്നുണ്ടെങ്കിൽ എന്താ, ഈ കപ്പാസിറ്റി കണ്ടൻസർ എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് അത്യാവശ്യം പഴയ ക്വസ്റ്റ്യൻ ആവും. ഓക്കെ, പക്ഷേ എന്നാലും അതൊരു എന്താ പറയുക, ടിപ്പിക്കൽ ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. സി ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ 10 മൈക്രോഫാരഡ് when the distance between the plates is 8 centimeter. നോക്കൂ, this is the expression for the capacitance. Okay, C equal to epsilon 0 A divided by D. If the distance between the plates is reduced to 4 centimeter, അതായത് 8 എന്നുള്ളത് 4 ആക്കി, ആ ഡിസ്റ്റൻസ് ഹാഫ് ആക്കി എന്നർത്ഥം. കപ്പാസിറ്റൻസ് അപ്പോൾ ഡബിൾ ആവും, ബിക്കോസ് കപ്പാസിറ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d. അപ്പോൾ നേരത്തെ 10 മൈക്രോഫാരഡ് ആണെങ്കിൽ ഇനി എന്താ, ഇനി 20 മൈക്രോഫാരഡ് ആവും. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ടു സ്റ്റോർ ആൻ എനർജി U. The charging battery is disconnected. An identical capacitor is now connected to the first capacitor in parallel. When two identical capacitors are connected in parallel, effective capacitance will be 2C. Okay, 2C ആവും. അപ്പോൾ ഇവിടെ ഇപ്പം എന്താണോ, സി നമുക്ക് എനർജിയുടെ എക്സ്പ്രഷൻ U ഈക്വൽ ടു Q സ്ക്വയർ ബൈ 2C. Q റിമെയിൻ സെയിം. പക്ഷേ അപ്പോൾ നമുക്ക് എന്താ, Q സ്ക്വയർ ബൈ 2 എന്നുള്ളത് എന്താ, Q സ്ക്വയർ ബൈ 2 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. Q സ്ക്വയർ ബൈ 2. അപ്പോൾ ഈ Q സ്ക്വയർ ബൈ 2 കോൺസ്റ്റന്റ് ആണെങ്കിൽ U പ്രപ്പോർഷണൽ ടു 1/C പറയാം. U പ്രപ്പോർഷണൽ ടു 1/C. കപ്പാസിറ്റൻസ് ആദ്യം സിയും പിന്നെ 2Cയുമാണ്. കപ്പാസിറ്റൻസ് ഡബിൾ ആയി കഴിഞ്ഞാൽ അപ്പോൾ എനർജി ഹാഫ് ആവും. അപ്പോൾ U/2. ഓക്കെ, ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്, ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. See, we have another question here. A parallel plate condenser with the oil between the plates. Okay, dielectric constant of oil is given, K equal to 2, has a capacitance C if the oil is removed. With the oil, idana formula, epsilon 0 K A by D. Without oil, when the oil is removed, C dash equal to epsilon 0 A by D. അതായത് C by K ആണ്, K is given as 2, അതായത് പകുതി ആവുന്ന അർത്ഥം. Okay, so it will be C by 2, right? Next, this is also a beautiful question. Okay, but simple question. What is the effective capacitance between points X and Y? Okay, X-നും Y-ക്കും ഇടയ്ക്കുള്ള effective capacitance എന്താ? അതിൽ ഇവിടെ നോക്കൂ, see, this point is A. Okay, ഇവിടെ B ഉണ്ട്. Okay, ഇവിടെ C ഉണ്ട്. ഇവിടെ D ഉണ്ട്. A, B, C, D ഉണ്ട്. Okay, അത് ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ABCD. അപ്പോൾ ഇവിടെ we have to find the capacitance between A and D. A is the same as X and D is the same as Y. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, നമുക്ക് എക്കും ബിക്കും ഇടയ്ക്കതാ A മുതൽ ഇങ്ങനെ B വരെ, A മുതൽ B വരെ we have a capacitor C1 equal to 6 microfarad. ഓക്കെ, അതാണ് എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ C1 വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഇത് ബി ആണ്, ഈ പോയിന്റ് ഡി ആണ്. ബിന്ന് ഡിയിലേക്ക് വി ഹാവ് അനദർ കപ്പാസിറ്റൻസ് ദാറ്റ് ഈസ് C2. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ C2 ഉണ്ട്. ആ C2 ആണ് ബിന്ന് ഡിയിലോട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ആ ഡിയിൽ നിന്ന് നോക്കൂ, C4 എങ്ങോട്ടാ, സിയിലേക്കാ. ഡിയിൽ നിന്ന് C4 സിയിലേക്കാണ്. ഓക്കെ, ഇനി ആ സിയിൽ നിന്ന് എയിലേക്ക് വന്നിരിക്കുന്നു. അതെത്രയാ, അത് C3 ആണ്. സിയിൽ നിന്ന് എയിലേക്ക് C3 ഉണ്ട്, റൈറ്റ്? ഇനിയിപ്പോൾ നമുക്ക് നടുക്കുള്ളത് ഈ കപ്പാസിറ്റൻസ് ആണ്. അതെന്താ, അത് സിന്ന് ബിയിലേക്കാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് C to B. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇപ്പോൾ നിങ്ങൾക്ക് ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഇറ്റ്സ് എ ബ്രിഡ്ജ്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്.
ഇനി അത് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ നടുക്കുള്ള കപ്പാസിറ്റർ ചാർജ് ചെയ്യില്ല, ദാറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. അതൊരു റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് ആണെങ്കിൽ നടുക്കുള്ള റെസിസ്റ്ററിലൂടെ കറണ്ട് ഉണ്ടാവില്ല, ആ റെസിസ്റ്റർ ക്യാൻ ബി എലിമിനേറ്റഡ്. ബാലൻസ്ഡ് ആണോ നോക്കണം. ഈ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാനുള്ള കണ്ടീഷൻ റെസിസ്റ്റൻസ് നെറ്റ്വർക്കിലാണെങ്കിലും കപ്പാസിറ്റൻസ് നെറ്റ്വർക്കിലാണെങ്കിലും അഡ്ജസൻറ്റ് ആംസിൻ്റെ റേഷ്യോ സെയിം ആവണമെന്നാണ്. ഈ അഡ്ജസൻറ്റ് ആംസ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ അഡ്ജസൻറ്റ് ആംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം. എന്താണ് സംശയം? നോക്കൂ, ഈ C1ന്റെ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ C3 ആണോ അതോ C1ന്റെ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ C2 ആണോ? ഇതാണ് സംശയം. ആക്ച്വലി എന്താ, ആ C1ന്റെ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ C3യും ആണ്, അതുപോലെ തന്നെ C2വും ആണ്. ഇവിടെ അപ്പം നമ്മൾ റേഷ്യോ എടുക്കേണ്ട ഈ അഡ്ജസൻറ്റ് ആംസിൻ്റെ റേഷ്യോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഏതെടുക്കണം, അതിൽ ഏതെടുത്താലും ശരിയാ. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ C1/C2 ഇങ്ങനെ എടുത്തോ, C1/C2 ഈക്വൽ ടു C3/C4 ആയാൽ മതി. മനസ്സിലായില്ലേ? C1/C2 ഈക്വൽ ടു C3/C4. ഇനി അത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, C1/C3 ഈക്വൽ ടു C2/C4. ഓക്കെ, നമ്മൾ എടുക്കുന്ന ഒരേപോലെ എടുക്കണം, ഒരു ഓർഡറിൽ എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ C1 C3 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും C2 C4 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും സെയിം ആണെങ്കിൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഈ നടുക്ക് കിടക്കുന്നത് എത്രയാന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, കാരണം അത് കളയാനുള്ള എത്രയായിട്ടും വിശേഷമൊന്നുമില്ല. അതുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്, അത് ഒഴിവാക്കാം നമുക്ക്. ഇനി പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ അഡ്ജസൻറ്റ് ആംസിൻ്റെ റേഷ്യോ എടുക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഈ ഓപ്പോസിറ്റ് ആംസിൻ്റെ പ്രോഡക്റ്റ് കാണുക. മനസ്സിലായില്ലേ? അഡ്ജസൻറ്റ് ആംസിൻ്റെ റേഷ്യോ കാണുന്നതിന് പകരം ഓപ്പോസിറ്റ് ആംസിൻ്റെ പ്രോഡക്റ്റ് കണ്ട് അത് ഈക്വൽ ആണെങ്കിൽ ബ്രിഡ്ജ് ബാലൻസ്ഡാ. അതിലെപ്പോഴും നിങ്ങൾ അതേ ചെയ്യാവൂ എന്ന് പറയാൻ കാര്യം നിങ്ങൾക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അറിയാം. പക്ഷേ ഈ സബ്ട്രാക്ഷനേക്കാൾ നിങ്ങൾ കംഫർട്ടബിൾ ആണ് അഡീഷൻ. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും അറിയാം. പക്ഷേ ഡിവിഷനേക്കാൾ നമ്മൾക്ക് കുറച്ചുകൂടെ ഈസിയാണ്, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതാ ചെയ്യേണ്ടത്. കാരണം അവിടുന്ന് എക്സാം എഴുതുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തെറ്റാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഏറ്റവും റിസ്ക് കുറവുള്ള വഴിയിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എനിവേ ഇവിടെ നമുക്ക് എന്താ, സി ഓൾ ദ കപ്പാസിറ്റേഴ്സ് ആർ ഈക്വൽ. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റ് ഇവിടെ 6 × 6 36, 6 × 6 36, പെർഫെക്റ്റ്. അപ്പം നടുക്കിൽ 20 ആണ്, ആയിക്കോട്ടെ, അത് 40 ആണെങ്കിലും പ്രശ്നമില്ല, 10 ആണെങ്കിലും പ്രശ്നമില്ല, എന്താണെങ്കിലും പ്രശ്നമില്ല. ഒഴിവാക്കാനുള്ളതാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എല്ലാ കപ്പാസിറ്റൻസസും ഈക്വൽ ആണെന്ന് വിചാരിക്കുക ബ്രിഡ്ജിൽ. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസും അത് തന്നെയാണ്. ഇവിടെ എല്ലാം 6 ആണ്, അപ്പോൾ ഇഫക്റ്റീവും 6 തന്നെ. കാരണം എന്താണെന്നറിയോ, ഇത് നമ്മൾ കളഞ്ഞു. മേലുള്ളത് രണ്ടും എന്താ, 6ഉം 6ഉം സീരീസ് ആവുമ്പോൾ എന്താ വരിക, 3 വരും. അതേപോലെ താഴെയുള്ള 6ഉം 6ഉം സീരീസ് ആകുമ്പോൾ എന്താ വരിക, 3 വരും. ആ 3യും മേലുള്ള 3യും പാരലൽ ആകുമ്പോൾ എന്താ വരിക, 6 വരും. അതായത് ഒരു ബ്രിഡ്ജിനകത്തെ എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ ആണെങ്കിൽ ഇഫക്റ്റീവ് അത് തന്നെയാണ്. ഒരു ബ്രിഡ്ജിനകത്ത് എല്ലാ റെസിസ്റ്റേഴ്സും ഈക്വൽ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇഫക്റ്റീവ് റെസിസ്റ്റൻസും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷം. സോ ദ ആൻസർ വിൽ ബി 6 മൈക്രോഫാരഡ്. അവസാനം കൊണ്ടുപോയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നോക്കൂ, ഇഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ കപ്പാസിറ്റർ 6 microfarad is increased from 10 volt to 20 volt, then the increase in its energy will be. Okay, that is എന്താ, ഇവിടെ ഹാഫ് CV² ആണ് എനർജിയുടെ ഫോർമുല. ഓക്കെ, അത് എന്താ, ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 10 to 20 എന്നാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി ഹാഫ്. സി എത്രയാ, 6 മൈക്രോഫാരഡ് പറഞ്ഞാൽ ഇൻറ്റു 10⁻⁶. പിന്നെ എത്രയാ, 20² മൈനസ്, അതായത് ഫൈനൽ വോൾട്ടേജ് സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വോൾട്ടേജ് സ്ക്വയർ 400 മൈനസ് 100 300. ഓക്കെ, ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800. ഓക്കെ, 1800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.8 × 10⁻³ 10⁻⁻6. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ബി 1.8/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.9 × 10⁻³ അല്ലെങ്കിൽ 9 × 10⁻⁴ ജൂൾ. ഓക്കെ, 9 × 10⁻⁴ ജൂൾ, സാധാരണ ക്വസ്റ്റ്യൻ. നൗ സി, നമ്മൾ ഈ ഇതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, സാധാരണ നിങ്ങളോട് ചോദിക്കാവുന്ന ലെവലിലുള്ള ഒരു ചോദ്യം.
ഒരു 4 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ ഉണ്ട്. ഇറ്റ്സ് ചാർജ്ഡ് ടു 400 വോൾട്ട്സ് വാസ് ദ ഓക്കെ. ഇനി എന്താണോ, ആൻഡ് ദെൻ ദ പ്ലേറ്റ്സ് ആർ ജോയിൻ ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 1 കിലോ ഓം. That doesn't matter എത്ര കിലോ ഓം ആണെന്നുള്ളത്. വാട്ട് എവർ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ദാറ്റ് വിൽ ബി ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അത് എത്ര കിലോ ഓം ആണെങ്കിലും ശരി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. എച്ച് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. ഹാഫ് ഉണ്ട്, 4 മൈക്രോ ഫാരഡ് പറഞ്ഞാൽ 4 × 10⁻⁶. പിന്നെ വോൾട്ടേജ് എത്രയാണ്? 400 സ്ക്വയർ. അത് ചെയ്ത് കഴിഞ്ഞാൽ 0.32 ജൂൾ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ വിശേഷപ്പെട്ട എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സെയിം ഓർ സിമിലർ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിൽ മാത്രം നിങ്ങൾ ഈ കപ്പാസിറ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഇതേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസിൽ 45 ആൻസർ ചെയ്യേണ്ടുള്ളൂ. 40 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ ഇത് മാത്രം മതി. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.